15 വർഷങ്ങൾക്ക് മുൻപ് മദ്രാസ് മെയിൽ അപകടത്തിൽപ്പെട്ട കടലുണ്ടി റെയിൽവേ പാലം സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ. റെയിൽപാളങ്ങളെ താങ്ങി നിർത്തുന്ന സ്ലീപ്പറുകളിൽ വ്യാപകമായി വിള്ളൽ കണ്ടെത്തിയതാണ് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നത്. കറുകുറ്റി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തിയ റെയിൽവേ മുൻപ് അപകടം നടന്ന ഇവിടെ പരിശോധന നടത്തിയിട്ടില്ലെന്നും ആരോപണമുണ്ട്. റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇത് കടലുണ്ടി റെയിൽ പാലം. വർഷങ്ങൾക്ക് മുൻപ് ഇതിലൂടെ കടന്നുപോയ മദ്രാസ് മെയിൽ അപകടത്തിൽപ്പെട്ട 52 പേർക്ക് ജീവൻ നഷ്ടമായി. കറുകുറ്റി ട്രെയിൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് റെയിൽ സുരക്ഷ ശക്തമാക്കുമ്പോൾ കടലുണ്ടി പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് നമുക്ക് അന്വേഷിക്കാം. റെയിൽ പാളത്തിന്റെ സ്ലീപ്പറുകൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് ഞങ്ങൾ കടലുണ്ടിയിലെത്തിയത്. എന്നാൽ ഞെട്ടിക്കുന്നതായിരുന്നു ട്രാക്കുകളിൽ ഞങ്ങൾ കണ്ട കാഴ്ച. റെയിൽ പാളങ്ങളെ താങ്ങി നിർത്തുന്ന മിക്ക സ്ലീപ്പറുകളിലും വിള്ളൽ വീണിട്ടുണ്ട്. ചിലത് പൊട്ടി സിമന്റ് വേർപെടാനും തുടങ്ങി. അവസ്ഥ തന്നെയാണ്. കാരണം ഇതുമ്മലാണല്ലോ ഇപ്പോൾ റെയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെന്തെങ്കിലും ചലനം പറ്റുകയാണെങ്കിൽ ആപത്ത് തന്നെയാണല്ലോ. കറുകുറ്റിയിൽ ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് റെയിൽവേ സംസ്ഥാനത്തുടനീളം പാളത്തിൽ പരിശോധന നടത്തിയെങ്കിലും മുൻപ് അപകടം നടന്ന കടലുണ്ടിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പ്രദേശത്തുകാർ പറയുന്നത്. പാലത്തിനു മുകളിലെ സ്ലീപ്പറിലാണ് വിള്ളൽ എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇനിയും ഒരു അപകടമുണ്ടാകാൻ ഇടവരരുതേ എന്നാണ് കടലുണ്ടിക്കാരുടെ പ്രാർത്ഥന. ഒരപകടം ഈ പാളങ്ങളിലെവിടെയോ പതിയിരിപ്പുണ്ട്. അപകടം നടന്ന ശേഷമാകരുത് ഇന്ത്യൻ റെയിൽവേയുടെ നടപടി. കടലുണ്ടിയിൽ നിന്ന് അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.